ആരാണ് ഇതിന്റെ പിന്നിലെ? ഈ പെൺകുട്ടിയെ ഇപ്പോഴും പീഡിപ്പിക്കാനും ആ പ്രതിക്കൊപ്പം പ്രതികളുടെ പിന്നിൽ ആരാണ്? അത് ദിലീപാണ് എന്ന് പറഞ്ഞത് കോടതിക്ക് വിശ്വാസമായില്ല. കോടതിയിലെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ആ 120B ഗൂഢാലോചന കോടതിയിലെ കൃത്യമായി ബോധിപ്പിച്ചെങ്കിലും കോടതി അത് അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു കോടതിയിൽ എന്നുള്ള കാര്യം ഇനി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. എന്തിനാണ് ഈ കേസിനകത്ത് 7 മുതൽ 10 വരെ പ്രതികളെ വെറുതെ വിട്ടത്? എങ്ങനെ? അതിൻ്റെ സാഹചര്യം എന്തുകൊണ്ടാണ് അത് ആ ലോവർ കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്തില്ല? ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമുക്ക് അതിൻ്റെ വാദഗതികൾ കേൾക്കാം. കാരണം സത്യം ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു കൊട്ടേഷൻ റേപ്പ് കേസ് നടന്നത് കൊച്ചിയിലായിരുന്നു. ആ സംഭവത്തിന്റെ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പ്രോസിക്യൂഷൻ തന്നെ ആരോപിച്ചത് ദിലീപ് എന്ന കേരളത്തിലെ മുൻനിര നായക നടനെയും. പക്ഷേ കോടതിയിൽ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. 1700 പേജിൽ അധികം വരുന്ന വിധിന്യായത്തിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് മുഴുവൻ തെളിവുകളുടെ അഭാവമായിരുന്നു. ഗൂഢാലോചനയുണ്ടെന്നോ ഗൂഢാലോചന നടത്താൻ പ്രേരകമാകുന്ന തരത്തിൽ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് ശത്രുത ഉണ്ടായിരുന്നെന്നോ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇതിന് പ്രധാന കാരണമായതാകട്ടെ മലയാള സിനിമാ താരങ്ങളുടെ മൊഴിമാറ്റമായിരുന്നു. 28 സിനിമാ പ്രവർത്തകരാണ് കൂറുമാറി ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയത്. ഇതുതന്നെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും. മാത്രമല്ല, അതിജീവിതയ്ക്ക് അനുകൂലമായി ഗൂഢാലോചനയെക്കുറിച്ച് മൊഴി നൽകിയ മഞ്ജു വാര്യരുടെ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കാത്തതും ഒരു സുപ്രധാന കാരണമായിട്ടുണ്ട്. കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. വിചാരണ കോടതി വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ലഭിച്ച ശേഷമായിരിക്കും അപ്പീൽ ഫയൽ ചെയ്യുക. അതിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള മറ്റ് നടപടികൾ പൂർത്തീകരിക്കും. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. വിധിയിൽ നിരവധി പോരായ്മകൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പരിശോധിക്കുന്നതിൽ കോടതിക്ക് പോരായ്മ സംഭവിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടതിന് പിന്നാലെയാണ് സർക്കാർ അപ്പീൽ നൽകാനുള്ള നീക്കം ശക്തമാക്കിയത്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ ദിലീപിനെ പൂട്ടാനുള്ള ഉറച്ച നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് വിവരം. എന്നാൽ നിലവിലെ തെളിവുകൾ പ്രകാരം അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട്. അതിജീവിതയ്ക്കൊപ്പം ഇന്ന് വലിയ വായിൽ ഗീർവാണം മുഴക്കുമ്പോഴും അമ്മയിലെ താരങ്ങൾ ഏതാണ്ട് എല്ലാവരും ദിലീപിന് അനുകൂലമായി കോടതിയിൽ മൊഴി മാറ്റുന്നതാണ് കണ്ടത്. അങ്ങനെ ഒരു ഗൂഢാലോചനയെക്കുറിച്ച് അറിവില്ല എന്ന മിക്ക താരങ്ങളും തീർത്തും പറഞ്ഞു. അപ്പോഴും മഞ്ജു വാര്യർ അടക്കം 3 പേർ മാത്രമാണ് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നത്. പോലീസിലും കോടതിയിലും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറഞ്ഞ് ആ 3 പേരും ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണ് തങ്ങളുടെ മനസ്സെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കി. അമ്മയിലെ താരങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമടക്കം 28 പേരാണ് കേസിൽ കൂറുമാറിയത്. ഈ കൂറുമാറ്റം കേസിന്റെ വിധിയെ വളരെ കൃത്യമായി തന്നെ സ്വാധീനിക്കുകയും ചെയ്തു. ഗൂഢാലോചന തെളിയിക്കാനാകാതെ പോകുന്നതിലും ഗൂഢാലോചനയ്ക്ക് പ്രേരകമാകുന്ന മോട്ടീവ് തെളിയിക്കാനാകാതെ പോകുന്നതിലും ഈ മൊഴിമാറ്റം നിർണായകമായിട്ടുണ്ട് എന്ന് വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. ചലച്ചിത്ര താരങ്ങളായ സിദ്ദീഖ്, കാവ്യ മാധവൻ, ഭാമ, നാദിർഷ, ഇടവേള ബാബു എന്നിവരെല്ലാം മൊഴിമാറ്റിയ താരങ്ങളാണ്. മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവർ മാത്രമാണ് അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന മൊഴികൾ നൽകിയത്. അതിജീവിതയ്ക്കൊപ്പം ഇന്ന് വാക്കുകൊണ്ട് കൂടെ നിൽക്കുമ്പോഴും മറ്റു താരങ്ങളെല്ലാം മനസ്സുകൊണ്ട് ദിലീപിനൊപ്പമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ദിലീപിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ മോഹൻലാലിനെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കണം. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ അമ്മയിലെ താരങ്ങൾ അതിജീവിതയുടെ വാദങ്ങൾ ഖണ്ഡിച്ച് ദിലീപിന് അനുകൂലമായി മൊഴി നൽകുകയായിരുന്നു. ഗൂഢാലോചന സിദ്ധാന്തം ആദ്യം ഉന്നയിച്ചത് നടി മഞ്ജു വാര്യരാണ്. അതിജീവിത ആക്രമിക്കപ്പെട്ട 2ാം ദിവസം അമ്മയുടെ പ്രതിഷേധ യോഗം ചേർന്നപ്പോഴാണ് ഇതിനകത്ത് ഒരു ഗൂഢാലോചന ഉണ്ടെന്നും അത് പുറത്തു വരണമെന്നും മഞ്ജു പറയുന്നത്. പിന്നീട് ഇതിന്റെ ചുവട് പിടിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. കാവ്യയുമായുള്ള ദിലീപിനുള്ള ബന്ധം മഞ്ജു വാര്യർ അറിഞ്ഞത്
അതിജീവിത വഴിയാണ് എന്നും അക്കാര്യത്തിൽ ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിലാണ് കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ കൊടുത്തത് എന്നുമാണ് കേസ്. ഇക്കാര്യത്തിൽ അതിജീവിതയും മഞ്ജുവും സംയുക്തയും ഗീതയും ഒരേ മൊഴി തന്നെയാണ് കോടതിയിൽ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് പക്ഷേ ഈ മൊഴി നൽകിയിരുന്നില്ല. ഇക്കാര്യം കോടതി പ്രത്യേകം എടുത്തു ചോദിക്കുകയും ചെയ്തു. ഇതും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടാൻ ഒരു കാരണമാണ്. അതോടൊപ്പം അതിജീവിതയും ദിലീപും ഒന്നിച്ചുണ്ടായിരുന്ന യൂറോപ്യൻ യാത്രക്കിടെ തർക്കമുണ്ടായെന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്ന് യാത്രയിൽ കൂടെയുണ്ടായിരുന്ന മറ്റു താരങ്ങളിൽ ഒരാൾ പോലും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടില്ല. അഥവാ ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ തക്ക ഒരു കാര്യവും മറ്റു താരങ്ങൾ മൊഴിയായി നൽകിയില്ല എന്നത് കേസിൽ നിർണായകമായി. യൂറോപ്യൻ യാത്രക്കിടെ ബസ്സിൽ വെച്ച് ദിലീപുമായി വഴക്കുണ്ടായി എന്നും ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിതയും മൊഴി നൽകിയിരുന്നു. കാവ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറയണമെന്നും തനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടുവെങ്കിലും അതിജീവിത വഴങ്ങിയില്ല. തിരുത്തി പറഞ്ഞില്ലെങ്കിൽ അതിന് അനുഭവിക്കേണ്ടി വരുമെന്നും ദിലീപ് ഭീഷണി മുഴക്കിയിരുന്നതായി അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ തിരുത്തി പറയുന്നത് തന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞ് അതിജീവിത അതിന് വഴങ്ങിയില്ല. ഇക്കാര്യം തെളിയിക്കാൻ അന്ന് ബസ്സിൽ കൂടെയുണ്ടായിരുന്ന മറ്റു താരങ്ങളുടെ മൊഴി അനിവാര്യമായിരുന്നു. എന്നാൽ അങ്ങനെയൊരു ഭീഷണിപ്പെടുത്തലോ വഴക്കോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സത്യത്തിന് നേർക്ക് കണ്ണടയ്ക്കുകയാണ് മറ്റു താരങ്ങൾ ചെയ്തത്. മഴവില്ലഴകിൽ അമ്മ എന്ന സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുമ്പോൾ ദിലീപും അതിജീവിതയുമായി പ്രശ്നമുണ്ടായിരുന്നുവെന്ന് അതിജീവിതയുടെ മൊഴിയുണ്ട്. ഇതിന് കാരണമായത് അതിജീവിതയും കാവ്യയുമായി ഉണ്ടായ വഴക്കായിരുന്നു. അന്ന് ആ വഴക്കിനെ തുടർന്ന് കാവ്യ കരയുന്ന സ്ഥിതി ഉണ്ടാകുകയും നടൻ സിദ്ദീഖ് ഇതിന്റെ പേരിൽ അതിജീവിതയെ വഴക്ക് പറയുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യം മൊഴിയായി കോടതിയിൽ പറയാൻ സിദ്ദീഖ് തയ്യാറായില്ല. തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് അന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനോട് അതിജീവിത പരാതി പറഞ്ഞിരുന്നു. ഇക്കാര്യം ഇടവേള ബാബുവും കോടതിയിൽ നിഷേധിച്ചു. യൂറോപ്യൻ യാത്രക്കിടെ കാവ്യയും അതിജീവിതയും റിമി ടോമിയും കഴിഞ്ഞിരുന്ന മുറിയിലേക്ക് ദിലീപ് വന്നിരുന്നതായി അതിജീവിതയുടെ മൊഴിയുണ്ട്. എന്നാൽ ഇക്കാര്യം റിമി ടോമിയും കോടതിയിൽ പറഞ്ഞില്ല. അതിജീവിതയും ദിലീപുമായി വഴക്കുണ്ടായത് അറിയില്ലെന്നാണ് റിമി ടോമിയും പറഞ്ഞത്. അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് നടന്ന അബാദ് പ്ലാസ ഹോട്ടലിലെ 410 നമ്പർ മുറിയിലാണ് ദിലീപും പൾസർ സുനിയുമായി ഗൂഢാലോചന നടന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും താരങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിൽ ദിലീപും സുനിയും കണ്ട് 1.5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അബാദ് പ്ലാസയിലേക്ക് പൾസർ സുനി വന്നിട്ടില്ല എന്നും അങ്ങനെ പുറത്തു നിന്നൊരാൾക്ക് അവിടേക്ക് വരാൻ അനുമതിയില്ലായിരുന്നുവെന്നും താരങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. താരങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥലമായിരുന്നുവെന്നും അവിടേക്ക് ഡ്രൈവർമാർക്ക് പോലും അനുമതി ഇല്ല എന്നുമാണ് മറ്റു താരങ്ങൾ മൊഴി നൽകിയത്. താരങ്ങളുടെ അനുമതിയോടെ വരാൻ പറ്റുമോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ക്യാമ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സിദ്ദീഖ് പറഞ്ഞത് അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്നാണ്. അടച്ചിട്ട മുറിയിലായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് നടന്നത് എന്നും പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്നുമുള്ള സിദ്ദീഖിന്റെ മൊഴിയാണ് ദിലീപിനെ രക്ഷിച്ചത് എന്നും പറയാം. ഇതിനു പുറമെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് സുനിയുടെ ഒരു കൂട്ടുകാരന്റെ മൊഴിയാണ്. കൂട്ടുകാരനെ ഹോട്ടലിന് പുറത്ത് കാത്തിരുത്തി സ്റ്റേജ് ഷോയ്ക്ക് ടിക്കറ്റ് തരപ്പെടുത്താമെന്ന് പറഞ്ഞ് സുനി അകത്തേക്ക് പോയി എന്ന് കൂട്ടുകാരൻ മൊഴി നൽകിയിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സുനിയെ കാണാതായതോടെ വിളിച്ചപ്പോൾ കൂട്ടുകാരനോട് തന്നെ കാത്തിരിക്കാതെ പോകാൻ സുനി ആവശ്യപ്പെട്ടതായും തനിക്ക് മറ്റു ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതുമായാണ് കൂട്ടുകാരൻ മൊഴി നൽകിയത്. ഈ മറ്റു ചില കാര്യങ്ങളാണ് ഗൂഢാലോചന എന്ന തരത്തിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. പക്ഷേ വൈകിച്ചേർത്ത സാക്ഷിയായതിനാൽ ഈ മൊഴി കോടതി മുഖവിലക്കെടുത്തില്ല. കാവ്യമാധവന്റെ അമ്മയും മൊഴിമാറ്റിയവരുടെ കൂട്ടത്തിലുള്ളതാണ്. ദിലീപിന്റെ ഫോണിൽ കാവ്യയുമായുള്ള ചാറ്റ് കണ്ടെത്തിയ മഞ്ജു വാര്യർ ഇക്കാര്യം കാവ്യയുടെ അമ്മയെ കണ്ട് സംസാരിച്ചപ്പോൾ അമ്മ ഇക്കാര്യം സമ്മതിച്ചതാണ്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ കാവ്യയുടെ അമ്മ കാലുമാറി. റിമി ടോമിക്കും ഇക്കാര്യം അറിയാമായിരുന്നുവെന്ന് അമ്മ പറഞ്ഞുവെങ്കിലും റിമിയും ഇക്കാര്യം മൊഴിയായി കോടതിയിൽ പറഞ്ഞിട്ടില്ല. അതിജീവിതയുടെ മൊഴി ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാണ്. എങ്കിൽ പോലും അതിജീവിതയുടെ മൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ കോടതി തയ്യാറായില്ല. തന്നോട് ശത്രുതയുള്ള ഒരേ ഒരാൾ ദിലീപ് മാത്രമാണ് എന്നാണ് അതിജീവിത നൽകിയ മൊഴി. ആ ശത്രുതയ്ക്കുള്ള പകപോക്കലായിരുന്നു കൊട്ടേഷനെന്നും ഇക്കാര്യം ആക്രമിച്ചവരുടെ ചില പരാമർശങ്ങളിൽ നിന്ന് തന്നെ തനിക്ക് ബോധ്യമായതാണ് എന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. 2017 ജൂൺ 3 അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുമ്പോൾ സംഭവം നടന്ന് 3 മാസത്തോളം പിന്നിട്ടിരുന്നുവെങ്കിലും നടി മാനസികമായും ശാരീരികമായും അസ്വസ്ഥതയും ക്ഷീണതയുമായിരുന്നുവെന്ന് കോടതി രേഖകളിൽ തന്നെ വ്യക്തമാണ്.
മാനസികമായി റിലാക്സ് ആകുന്നതിന് 2 മാസം താൻ സ്കോട്ട്ലാൻഡിലായിരുന്നുവെന്നാണ് അതിജീവിത മൊഴി നൽകിയത്. തന്നെ ആക്രമിക്കുന്ന സമയം അക്രമികളിൽ നിന്ന് ഇതിനു പിന്നിൽ ദിലീപാണ് എന്ന് തെളിയിക്കുന്ന ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നും അപ്പോൾ തന്നെ ദിലീപിന് തന്നോടുള്ള ശത്രുതയുടെ ഭാഗമാണ് ഇതെന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നുവെന്നും അതിജീവിത പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം താൻ പിന്നീട് തന്റെ സഹോദരനോട് പറഞ്ഞിരുന്നുവെന്നും മൊഴിയിലുണ്ട്. താൻ മൂലമാണ് മഞ്ജുവുമായുള്ള വൈവാഹിക ബന്ധം തകർന്നത് എന്ന് ദിലീപ് സംശയിച്ചിരുന്നു. എന്നാൽ സത്യത്തിൽ താൻ സിനിമയിൽ വന്ന സമയം മുതൽ ദിലീപും കാവ്യയുമായുള്ള ബന്ധം തനിക്കറിയാമെന്നും അത് സിനിമയിൽ പാട്ടാണ് എന്നും ഈ ബന്ധം അറിയാത്തവരായി സിനിമയിൽ ആരുമില്ല എന്നും അതിജീവിത പറഞ്ഞ മൊഴിയിലുണ്ട്. ഇതിനൊക്കെ എത്രയോ ശേഷമാണ് മഞ്ജു വാര്യർ തന്നോട് ഇക്കാര്യം ചോദിക്കുന്നത്. ഒരിക്കൽ മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും തന്റെ വീട്ടിലേക്ക് വന്നു. ദിലീപിന്റെ പഴയ ഫോണിൽ നിന്ന് കാവ്യയ്ക്ക് അയച്ച മെസ്സേജ് കാണിച്ച് തന്നോട് മഞ്ജു അതേക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. ആദ്യം താൻ തുറന്നു പറയാൻ തയ്യാറായില്ല. എന്തിനാണ് താൻ ഇതൊക്കെ പറയുന്നത് എന്ന ചിന്തയൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. പിന്നീട് അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് അതിജീവിത മൊഴി നൽകിയത്. അങ്ങനെയാണ് മഞ്ജുവിനോട് ഇതൊക്കെ പറയുന്ന സ്ഥിതി ഉണ്ടായത്. ഇക്കാര്യം പിന്നീട് ദിലീപ് ചോദിച്ചപ്പോൾ തനിക്ക് പെട്ടെന്ന് ഷോക്കായി. പിന്നീട് മഞ്ജുവും സംയുക്തയും വീട്ടിൽ വന്ന് തെളിവ് കാണിച്ചപ്പോൾ പറയേണ്ടി വന്നു എന്നാണ് ദിലീപിനോട് മറുപടി കൊടുത്തത്. ഈ സമയം ദിലീപ് മഞ്ജുവിനോട് പറഞ്ഞത് മാറ്റിപ്പറയണമെന്നും അത് കഴിഞ്ഞ് നമുക്കൊരുമിച്ച് സിനിമ ചെയ്താൽ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്ന് മഞ്ജുവിന് മനസ്സിലാകുകയും ചെയ്യുമെന്നും മാറ്റിപ്പറഞ്ഞില്ലെങ്കിലോ ഒപ്പം നിന്നില്ല എങ്കിലോ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞതായി അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. ദിലീപിനൊപ്പം യൂറോപ്യൻ ട്രിപ്പിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും അഡ്വാൻസ് വാങ്ങി കരാർ ഒപ്പിട്ടതിനാലാണ് പിന്മാറാതിരുന്നത് എന്നും നടി മൊഴി നൽകിയിട്ടുണ്ട്. 2010-11 അമേരിക്കൻ സ്റ്റേജ് ഷോയാണ് ട്വിസ്റ്റായി പറയുന്നത്. അന്ന് നാദർഷ, കാവ്യയുടെ അമ്മ ഭാമ എന്നിവരൊക്കെ 30 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. റിമി ടോമിയും കാവ്യയും സ്ഥിരമായി തന്റെ മുറിയിലെത്തുമായിരുന്നു. അവർ താനുമായി വളരെ അടുത്ത സൗഹൃദം സൂക്ഷിച്ചു. അന്നൊരിക്കൽ കാവ്യയും ദിലീപും തങ്ങളുടെ മുറിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ മുറിവിട്ടു പോയി എന്നും അതിജീവിതയുടെ മൊഴിയിലുണ്ട്. സാധാരണ ഇവരുടെ അടുപ്പം അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പതിവുണ്ട് എന്നും ഒരു ദിവസം ഇരുവരും ബാത്റൂമിൽ കയറി വാതിൽ അടയ്ക്കുന്നതും കണ്ടുവെന്നാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും കോടതി മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ നിന്ന് മനസ്സിലാകും. ഇനി കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുകയാണ്. ഹൈക്കോടതി എങ്ങനെയായിരിക്കും അതിജീവിതയുടെ മൊഴികളും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരുടെ മൊഴികളും പരിഗണിക്കുക എന്നാണ് അറിയേണ്ടത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിജീവിത നേരിട്ട് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു. കേരള ജനത അതിജീവിതയ്ക്കൊപ്പം ഉണ്ടെന്നും ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കേസിനെ വഴിതിരിച്ചുവിടാനുള്ള പ്രതി മാർട്ടിന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ വീഡിയോക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. ഇതിനിടെ സാമൂഹിക മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ അതിജീവിത പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിച്ച 2ാം പ്രതി മാർട്ടിൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതടക്കം ചൂണ്ടിക്കാണിച്ചാണ് അതിജീവിതയുടെ പരാതി. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.